ഹലോ, എന്താ മോളെ? ഇന്നലെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കാൻ ഞാൻ. ഞാനിവിടെ ഉണ്ട്, കലിങ്ങിൻ്റെ അവിടെ ഉണ്ട്. രണ്ട് മണ്ടന്മാരെ നോക്കി നിൽക്കുക. ഞാൻ ദേ ഇവിടെ ഉണ്ട്. ഇന്നലെ വിളിക്കണ്ടേ? ഇതെന്താണിത്? വിളിക്കാം. ഉപ്പിട്ട ജീരകവെള്ള കുടിച്ചാ അതെന്റെ അച്ചാച്ചന്റെ മൂത്രാടാ. മൂത്ര കുപ്പിലാണോ പട്ടി മൂത്രം കൊണ്ട് നടക്കണത്? ഇങ്ങനെ വയ്യാതെ എടുക്കുന്ന അച്ചാച്ചന്റെ മൂത്രം ഞാനിങ്ങനെയാടാ ലാബിൽ എത്തിക്കുക. ഈ നാറി എന്തിനാ ഇങ്ങോട്ട് വരണേ? അവനെ വിളിച്ച ഞാനാ. നിനക്കെന്താ അവനോട് ഇത്ര ദേഷ്യം? നിന്നെ തേച്ചത് അവന്റെ ചേച്ചിയല്ലേ, അല്ലാണ്ട് അവനല്ലല്ലോ. അവനെന്തിനു വിളിച്ച നീ? എടാ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളന്ന് പണ്ട് പ്ലാൻ ചെയ്ത കാര്യം? അതിന്ന് ചെയ്യണം. അതിനാണ് നിന്നെയും അവനെയും വിളിച്ചു വരുത്തിയത്. എന്ത് കാര്യം? ഓജോ ബോയ്. ഓജോ ബോടാ? നിനക്ക് പേടിയാണോ? എന്താ പ്രശ്നം? പേടിയൊന്നുമില്ല, പക്ഷെ അവനുണ്ടേ ഞാനില്ല. ഇത് പ്ലാൻ ചെയ്യുമ്പോൾ അവൻ ഉണ്ടായിരുന്നില്ലേ? ഇത് ചെയ്യുമ്പോഴും അവൻ വേണം. ഇതാ അവനിവിടെ തറയും, നീ മിണ്ടാണ്ടിരുന്നു. ഓ ആയിക്കോട്ടെ, അപ്പൊ ഞാൻ ഒന്നും മിണ്ടണില്ല. ഓ ഇരിക്കണ്ടല്ലോ മുതല്. അപ്പം എല്ലാം പറഞ്ഞ പോലെ വൈകിട്ട് എൻ്റെ വീട്, എൻ്റെ റൂം. ഓക്കെ അല്ലേ അടച്ചോ? എല്ലാം ഓക്കെയാണ്. ഡൺ. ഹലോ ഹലോ, ദാ നിന്റെ വീടിൻ്റെ അടുത്തല്ലേ കണ്ണൻ്റെ വീട്. നീ വരുമ്പോൾ അവനെയും കൂടി കൊണ്ടുപോയോ? എടാ മനു, നീ ഓൾറെഡി എനിക്കൊരു പണി തന്നിട്ടുള്ളതാ. ഇനി ഞാൻ വീണ്ടും പോയിട്ട് അവൻ്റെ വീട്ടിൽ ഉണ്ടാക്കണം. നീ വേറെ വല്ല പോയി നോക്കിക്കോ. എടാ, അവൻ്റെ അച്ഛനമ്മ വീട്ടിലില്ല, അവരെങ്ങോട്ടോ പോയേക്ക. ഇനി ലൈറ്റാ വരും വരാൻ. എടാ എന്നെ കൊണ്ട് പറ്റില്ല. എടാ ഞാനിത്തിരി ബിസിയാടാ. ഞാൻ ഓൾറെഡി അവനെ വാക്ക് കൊടുത്തു. നീ ഒന്ന് പോയി എടുക്കടാ അവനെ. എടാ നിനക്കറിയണതല്ലേ ഞാനവൻ തമ്മിലുള്ള പ്രശ്നം. പിന്നെ എന്ത് തേങ്ങാണ് എന്നെ ഇതിൽ വീട്ടിൽ കെട്ടി പണി തരണേ? എടാ നീ അവനൊന്ന് പോയി എടുക്ക്. ഇപ്പം നീ അവനെ പോയി എടുത്തില്ലെങ്കിൽ നിന്റെ കൂടെയുള്ള ഒരു പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല കേട്ടാ. അപ്പം എല്ലാം പറഞ്ഞ പോലെ. ശരി ശരി, പോയി. ഡാടാ മനു മനു, വെക്കില്ല. പട്ടി വെച്ചു. ആരുടെ ഒരു ബ്ലാക്ക് മെയില്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓ പോയില്ലേ അവൻ പിണങ്ങും. പിന്നെ പോണെങ്ങനെ പിണങ്ങട്ടെ, ഞാൻ പോകണമെന്നില്ല. അല്ലേ വേണ്ട, എന്തിനാവട്ടെ. നരകവാരുതി നടുവിൽ ഞാൻ തേങ്ങ. ഇനി ഒരിക്കലും ചവിട്ടേണ്ടി വരില്ല എന്ന് കരുതിയ പടിയ. ദൈവം വീണ്ടും ഇതിന് മുമ്പിൽ തന്നെ കൊണ്ടെത്തിച്ചു. എല്ലാം മോനോട് പറഞ്ഞാൽ മതി. എല്ലാം വിധിയുടെ ഒരു വിളയാട്ടം, അല്ലാണ്ട് എന്ത് പറയാൻ. കറണ്ടില്ലേ? എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടല്ലോ. തന്തപ്പിടി പീസും കൊണ്ട് പോയാ പിശിക്കനാന്ന് കേട്ടിട്ടുണ്ട്. ഈ പൊട്ടനെ അവിടെ പോയി കിടക്ക, മനുഷ്യന് മടക്കടത്താനായിട്ട്. എടാ കണ്ണാ, എടാ കണ്ണാ. ഇവനെ ഇത് കൂത്താവത്തെ പോയി കിടക്കണ്. ഈ മാനുവിനെ പറഞ്ഞാൽ മതി, മാലര് ഓരോരോ
ഓ, പണ്ടാറടക്കാനായിട്ട്. ഇവിടെ ആരുമില്ല ഇത്. ഹലോ, ഇവിടെ അവനൊന്നും ഇല്ല. ഈ പൊട്ടോട് ഞാൻ അപ്പളെ പറഞ്ഞാ ഇന്നാറി ചതിക്കുന്നു. അതെങ്ങനെയാ? ചേച്ചിയുടെ അല്ല അനിയൻ. അപ്പളെ പറഞ്ഞതാ ഇന്നാറിനൊന്നും വിളിക്കണ്ടെന്ന്. മാനുവിനെ വിളിച്ച് പറയട്ടെ. എത്ര നേരം മനുഷ്യൻ വന്ന് നിൽക്കണമെന്നറിയോ? അതെങ്ങനെയാ? ചേച്ചിയുടെ അല്ല അനിയൻ. കുന്തം പോലെ നിൽക്കാണ്ട് വായോ. എന്തുട്ടാ മുഖത്തൊക്കെ വെച്ച് തേച്ചേക്കണ്? അല്ലെല്ലാം ചേച്ചിയുടെ അല്ല അനിയൻ. മര്യാദയ്ക്ക് ചോറിണ പോലെ അറിയില്ലേ? അതൊക്കെ തുടച്ചിട്ട് കേറ് വണ്ടിയിൽ. ഓ, എന്ത് മനുഷ്യന്മാരെ ദൈവമേ. ഇവന്റെ കിളി പോയ പോലെ ഇരിക്കണേ. നീ എന്താ വല്ല കഞ്ചാവ് അടിച്ചിട്ടുണ്ടാ? റീലിൽ അടിച്ചു പോയ പോലെ ഇരിക്കണേ. ആ, നിങ്ങളെന്താ ലേറ്റായി വരാൻ? എത്ര നേരമായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണമെന്നറിയാ. ഇവന്റെ പോസ്റ്റൊക്കെ ഞാൻ എന്ത് ചെയ്യാനാ? മാറങ്ങട്, വഴിയുടെ മുമ്പിലാ നിൽക്കണ്. ഇവൻ തടി മരം വിഴിഞ്ഞ പോലെ നിൽക്കണ്. കേറി വാടാ. ഓജോ ബോർഡ് വെക്കാൻ പറ്റിയ അന്തരീക്ഷം. ഒക്കെ സെറ്റാണ്. തുടങ്ങിയാലാ? തുടങ്ങാം. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഒരാൾ കോയിൻ പിടിക്കണം. എന്നിട്ട് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറയണം. ആര് പിടിക്കും? ഒരു കാര്യം ചെയ്യ്, നീ പിടിക്ക്. ഞാൻ പിടിക്കില്ല. നീ വേണേ പിടിച്ചോ. വേണ്ട, ഞാൻ പിടിച്ചോളാം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 എനിവൺ ഹിയർ? പേര് ചോദിക്കി. വാട്ട് ഈസ് യുവർ നെയിം?
ഏ എൻ ഏ എൻ കണ്ണൻ. അച്ഛോ വാടാ. കണ്ണൻ കണ്ണൻ വീട്ടിൽ മരിച്ചു കിടക്കുന്നു. ഇന്നലെ അവിടെ എന്തൊക്കെയാണ് ഉണ്ടായേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 3-നും 4-നും ഇടയ്ക്ക് മരിച്ചു എന്നാണ് പറയണേ. അപ്പം നമ്മൾ ഇന്നലെ കണ്ടതാരേ? അവൻ അടുക്കളയിൽ തലയിടിച്ച് വീണിട്ടുണ്ട്. തലയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടാണ് മരണ കാരണം എന്നാണ് റിപ്പോർട്ടിൽ. നമുക്ക് അവസാനമായിട്ട് അവനൊന്ന് കാണാൻ പോകണ്ടടാ. ഇല്ലടാ, ഞാനില്ല. എനിക്ക് അവൻ്റെ മുഖം വീണ്ടും കാണാൻ വയ്യ. നീ പൊക്കോ, ഞാനില്ല. ഓ, നിനക്ക് അവനോട് ഭയങ്കര ദേഷ്യമല്ലേ? ഞാനെന്തായാലും അവനെ കാണാൻ പോവാ. എടാ, അങ്ങനെയല്ലത്. എനിക്ക് അവനോട് ദേഷ്യമൊന്നും ഉണ്ടാകുന്നില്ല. ഞാൻ അവൻ്റെ വീട്ടിൽ അവൻ്റെ അവസാന നിമിഷത്തിൽ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവൻ അവസാനം ഉണ്ടായത് നമ്മോടൊപ്പാ. എനിക്ക് വയ്യ, ഇനി അവനെ വീണ്ടും കാണാൻ എനിക്ക് വയ്യ. ഞാനില്ല, നീ വേണേ പൊക്കോ. എന്തായാലും ആവട്ടെ, ഞാനെന്തായാലും പോവാ അവനെ കാണാൻ. നീ ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ നമുക്കൊന്നുകൂടെ ഓജോ ബോർഡ് കളിച്ചാലോ?